രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിനോട് ടീം വിടുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചുപോക്കില്ല. ചിലപ്പോൾ ലേലത്തിൽ ഏത് ടീമിലേക്ക് പോകുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ വന്നേക്കാം. പക്ഷേ 30-ാം വയസ്സിൽ 0-ൽ നിന്ന് തുടങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ കയ്യിലിരുന്ന ക്യാപ്റ്റൻസിയും സുരക്ഷിതമായ കരിയറും ഉപേക്ഷിച്ച് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് രാജസ്ഥാൻ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറാൻ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി എടുത്ത തീരുമാനം ഒരു കേവലം ടീം മാറ്റമായിരുന്നില്ല, അതൊരു വമ്പൻ ചൂതാട്ടമായിരുന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിലൊന്നിലൂടെ 18 കോടി രൂപയ്ക്ക് CSKയിലെത്തി. എന്നാൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ ഒറ്റയക്കത്തിനു പുറത്തായി ചെന്നൈ തോറ്റു തൊപ്പിഞ്ഞപ്പോൾ സഞ്ജുവിനെതിരെ ഉയർന്നത് വലിയ വിമർശനങ്ങളായിരുന്നു. ചെപ്പോക്കിലെ സ്പിൻ പിച്ചിൽ സഞ്ജുവിന്റെ അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലി ഫലിക്കില്ല എന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിധിയെഴുതി. സ്പോർട്സ് പിച്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കായിക പ്രേമികൾക്കും സ്വാഗതം. ആ നിമിഷത്തിലാണ് ക്രിക്കറ്റ് ലോകത്തെ എക്കാലത്തെയും വലിയ ക്യാപ്റ്റൻ MS ധോണി സഞ്ജുവിന്റെ അടുത്തേക്ക് നടന്നെത്തുന്നത്. ധോണി പറഞ്ഞ ആ ഒറ്റ വാക്ക് അതുവരെ സമ്മർദ്ദത്തിലായിരുന്ന സഞ്ജു എന്ന പോരാളിയെ എങ്ങനെയാണ് തകർപ്പൻ സെഞ്ചുറിയോടെ തിരിച്ചുവരവിന് സഹായിച്ചത്? ജിയോ സ്റ്റാറിന്റെ സൂപ്പർ സ്റ്റാർസ് എന്ന പരിപാടിയിൽ സഞ്ജു സാംസൺ തന്നെ തുറന്നു പറഞ്ഞ ആ വൈകാരികമായ സംഭവത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒരു കളിക്കാരൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ വർഷങ്ങളോളം താൻ നയിച്ച സ്വന്തം വീടുപോലെ കണ്ട ഒരു ഫ്രാഞ്ചൈസി ഉപേക്ഷിക്കുക എന്നത് നിസ്സാര കാര്യമാണോ? ഒരിക്കലുമല്ല. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സഞ്ജു ആ കടുത്ത തീരുമാനമെടുക്കുന്നത്. കുടുംബവുമായി ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു തീരുമാനിക്കുന്നത്. ഒരുപക്ഷേ ലേലത്തിലേക്ക് പോയാൽ ഏത് ടീമിലെത്തും, എത്ര തുക കിട്ടും, അല്ലെങ്കിൽ ഏത് റോളിൽ കളിക്കേണ്ടി വരുമെന്ന് പോലും അറിയാത്ത സാഹചര്യം. എങ്കിലും 2025 തനിക്ക് രാജസ്ഥാനിലെ അവസാന സീസണായിരിക്കുമെന്ന് സഞ്ജു ഉറപ്പിച്ചു. അങ്ങനെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ വമ്പൻ ട്രേഡ് നടക്കുന്നത്. 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ CSK സ്വന്തമാക്കുമ്പോൾ പകരം രവീന്ദ്ര ജഡേജയെയും സാം കുറനെയുമാണ് ചെന്നൈയിൽ നിന്ന് രാജസ്ഥാൻ ടീമിലെത്തിച്ചത്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലെയർ സ്വാപ്പ്. പക്ഷേ ചെന്നൈയിലെ ചെപ്പോക്ക് പിച്ചിന്റെ അന്തരീക്ഷം വ്യത്യസ്തമാണ്. പന്ത് തിരിയുന്ന വേഗത കുറഞ്ഞ ചെപ്പോക്കിലെ സ്ലോ പിച്ചിൽ സഞ്ജുവിന്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലി ദുരന്തമായി മാറുമെന്ന് പലരും പരസ്യമായി പറഞ്ഞു. എന്നാൽ ഞാൻ ഇന്ത്യയുടേതായ ഒരു വഴി കണ്ടെത്തും എന്ന് സ്വയം ഉറപ്പിച്ചാണ് സഞ്ജു ആ വെല്ലുവിളി ഏറ്റെടുത്തത്. എന്നാൽ കാര്യങ്ങൾ സഞ്ജു വിചാരിച്ചതുപോലെയല്ല തുടക്കത്തിൽ നടന്നത്. വലിയ പ്രതീക്ഷകളോടെ CSK ജേഴ്സി അണിഞ്ഞിറങ്ങിയ സഞ്ജുവിന് സീസണിലെ ആദ്യ 3 മത്സരങ്ങളിലും തിളങ്ങാനായില്ല. 3 മത്സരങ്ങളിലും ഒറ്റയക്കത്തിനു പുറത്ത്, കൂട്ടിന് ചെന്നൈയുടെ തുടർച്ചയായ തോൽവികളും. ടീം മാറിയതുകൊണ്ട് സഞ്ജുവിന്റെ ഫോം പോയോ? 18 കോടി രൂപയ്ക്ക് CSK വെള്ളത്തിലൊഴുക്കിയതാണോ? സോഷ്യൽ മീഡിയയിലും കളിമുറികളിലും വിമർശനങ്ങൾ അനപൊട്ടിയൊഴുകി. സഞ്ജു കടുത്ത സമ്മർദ്ദത്തിലായ നിമിഷങ്ങൾ. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രാക്ടീസിനിടെ ചെന്നൈയുടെ മുൻ നായകൻ ഇതിഹാസ താരം MS ധോണി സഞ്ജുവിന്റെ അടുത്തേക്ക് എത്തിയത്. തോളിൽ കൈയിട്ട് ധോണി ചോദിച്ചു, "നീ ഓക്കെയാണോ സഞ്ജു?" സഞ്ജു പറഞ്ഞു തുടങ്ങി, "ഭയ്യ, ഞാൻ ഓക്കെയാണ്. പക്ഷേ എന്ന് സഞ്ജു പറഞ്ഞതും ധോണി ഉടൻ തന്നെ തടഞ്ഞു. ധോണി സഞ്ജുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "പക്ഷേ എന്നതിലേക്ക് നിന്റെ ചിന്ത കാടുകയറേണ്ട ആവശ്യമില്ല. നീ ഏറ്റവും നന്നായി ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കിയെല്ലാം താനേ ശരിയാകും." അതെ, പക്ഷേ എന്ന വാക്ക് മനസ്സിൽ വന്ന് ചിന്തകളെ സങ്കീർണമാക്കാതെ ഗെയിമിലേക്ക് ലളിതമായി തിരിച്ചുവരാൻ ധോണി നൽകിയ ആ ഒറ്റ മന്ത്രം സഞ്ജുവിന്റെ മനസ്സിലെ മുഴുവൻ ഭാരവും ഇറക്കി വെപ്പിച്ചു. ധോണിയുടെ ആ വാക്കുകൾ വലിയൊരു പാഠമായിരുന്നു. തന്റെ ബാറ്റിംഗ് ശൈലി മാറ്റാനോ ആളുകളുടെ വിമർശനങ്ങൾ കേട്ട് പ്രഷറിലാകാനോ സഞ്ജു തയ്യാറായില്ല. അടുത്ത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ബാറ്റ് ചെയ്യാനിറങ്ങിയത് പഴയ സഞ്ജുവായിരുന്നില്ല, മറിച്ച് എല്ലാ ചിന്തകളിൽ നിന്നും മുക്തനായ ഒരു യഥാർത്ഥ മാച്ച് വിന്നറായിരുന്നു. ഡൽഹി ബൗളർമാരെ ചെപ്പോക്കിന്റെ 4 ഭാടത്തേക്കും പായിച്ചുകൊണ്ട് സഞ്ജു കളിച്ച ആ ഇന്നിംഗ്സ് ചരിത്രമായി മാറി. പുറത്താകാതെ 115 റൺസ്, തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു വിമർശകരുടെ വായടപ്പിച്ചു. തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം സഞ്ജു പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
ആ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 43.36 ശരാശരിയിലും 165.63 എന്ന ഭീകര സ്ട്രൈക്ക് റേറ്റിലും 477 റൺസാണ് സഞ്ജു വാരിക്കൂട്ടിയത്. ആ സീസണിൽ 2 തകർപ്പൻ സെഞ്ചുറികളും ഒരർദ്ധ സെഞ്ചുറിയും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 0 നിന്ന് തുടങ്ങാൻ കാണിച്ച ആ ധൈര്യവും ധോണിയുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളും ചേർന്നപ്പോൾ സഞ്ജു സാംസൺ എന്ന ബാറ്റർ CSKയുടെ ഏറ്റവും വലിയ മാച്ച് വിന്നറായി മാറുന്ന കാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. 30-ാം വയസ്സിൽ സുരക്ഷിതമായ മേഖലകളിൽ നിന്ന് പുറത്തു കടന്ന് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കാണിച്ച ആ മനോഭാവമാണ് സഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വിമർശനങ്ങൾ ഉയരുമ്പോൾ തളരാതെ ധോണിയെപ്പോലൊരു വലിയ ഭായി നൽകിയ ഉപദേശം നെഞ്ചിലേറ്റി തിരിച്ചടിച്ച സഞ്ജുവിന്റെ ഈ മാസ് കംബാക്കിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച തീരുമാനം രാജസ്ഥാൻ വിട്ട് CSKയിലേക്ക് വന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വ്യക്തമാക്കൂ. സഞ്ജു സാംസണിനെയും MS ധോണിയെയും സ്നേഹിക്കുന്ന എല്ലാ മഞ്ഞപ്പട ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. IPLലെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെയും ഇതുപോലെയുള്ള അപൂർവ വാർത്തകളും ആഴത്തിലുള്ള വിശകലനങ്ങളും അറിയാൻ നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി.